ഹംപി കൂട്ടബലാത്സംഗ കേസിൽ കൊലപാതകത്തിലെ പ്രതികൾക്ക് വധശിക്ഷ. രാജ്യത്തെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു അത്. ഹംപിയിലെ 2 സ്ത്രീകളെ മാനഭംഗം ചെയ്യുകയും ഒരാളെ കൊല്ലുകയും മറ്റു 2 പേരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവർ നീതി രക്ഷപ്പെടുകയും ചെയ്ത സംഭവം 2025 മാർച്ച് 6-നാണ് ഉണ്ടായത്. ലോക പൈതൃക നഗരമായ ഹംപിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെ സനാവൂർ തടാകത്തിലെ രാത്രി ഭക്ഷണം കഴിഞ്ഞ ശേഷം അവർ വാന നിരീക്ഷണത്തിലായിരുന്നു. മഹാരാഷ്ട്ര സ്വദേശി പങ്കജ്, ഒറീസ സ്വദേശി ബിബാസും US പൗരൻ ഡാനിയലും ആ കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഒരു ഇസ്രായേലി ടൂറിസ്റ്റ് ഹോം സ്റ്റേ ഉടമ ഒരു ലേഡി. 3 പേര് ശരവണ ബസവായും ഷൈനാസായിയും ഹന്തി മല്ല എന്ന 3 പേര് ഒരു ബൈക്കിൽ വന്നിട്ട് തൊട്ടടുത്ത് രാത്രി ചോദിച്ചു പെട്രോൾ പമ്പ് എവിടെയെന്ന്. അവർ പെട്രോൾ പമ്പിലേക്ക് ഡയറക്ഷൻ കൊടുത്തു. അവർക്ക് കൈ പണമില്ല, പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അവർ പണം കൊടുത്തില്ല. ഇവരെ ആക്രമിച്ചു. 3 പേരെ സനാവൂർ തടാകത്തിലേക്ക് 3 പേരെ വലിച്ചു തള്ളി അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അതിൽ ബിബാസ് എന്ന് പറഞ്ഞ ആള് വെള്ളത്തിൽ കിടന്ന് മരണപ്പെട്ടു. അതേസമയത്ത് US പൗരൻ ഡാനിയലും മഹാരാഷ്ട്ര സ്വദേശി പങ്കജും ആ സനാവൂർ തടാകത്തിൽ നിന്ന് എങ്ങനെയോ നീന്തി രക്ഷപ്പെട്ടു. അതേസമയം അവരെ തടാകത്തിലേക്ക് തള്ളിയിട്ട ശേഷം ഈ 3 പ്രതികളെ ആ ഇസ്രായേലി ടൂറിസ്റ്റിനെയും ഹോം സ്റ്റേ ഉടമ ലേഡിയെയും അവർ ബലാത്സംഗം ചെയ്തു. 3 പേരും ഇവരെ മാറി മാറി ബലാത്സംഗം ചെയ്തിട്ട് അവർ അവിടുന്ന് പോയതാണ്. ഇതിനെ സംബന്ധിക്കുന്ന കേസിലേക്ക് ഈ 3 പേരെയും പ്രതി ചേർത്ത് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ട്രയൽ നടക്കുകയും ചെയ്തു. ഗംഗാവതി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി സദാനന്ദ നാഗയ്യ നായിക്ക് ആണ് ഈ വിധി പ്രസ്താവിച്ചത്. 2026 മാർച്ച് 6 നടന്ന സംഭവം 2026 ഏതായാലും ഫെബ്രുവരി ആയപ്പോൾ തന്നെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഞാനിവിടെ നടക്കിയ ഈ സംഭവത്തിന് തീർച്ചയായിട്ടും പോലീസ് വളരെ വേഗം അന്വേഷണം നടത്തി കൃത്യമായ കുറ്റച്ചാർജ് തയ്യാറാക്കി. ജില്ലാ സെഷൻ ജഡ്ജി അവരെ ഫൗണ്ട് ഗിൽറ്റി 3 പേരെയും കുറ്റക്കാരാണെന്ന് 4 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവരെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുകയുണ്ടായി. മഹാരാഷ്ട്ര സ്വദേശിയുടെ അതുപോലെ US പൗരൻ ഡാനിയലിനെ കൊല്ലാനുള്ള ശ്രമവും ഒറീസ സ്വദേശി ബിബാസിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയും അതോടൊപ്പം തന്നെ 2 സ്ത്രീകളെ റേപ്പ് ചെയ്തെന്നുള്ളതാണ് ആ കുറ്റകൃത്യം. അതുകൊണ്ട് കോടതി ഇവർക്ക് മരണശിക്ഷ തന്നെ 3 പേരെ വിധിക്കുകയും ചെയ്തു.